ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. എന്നാൽ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് വളരെ എന്താ പറയുക, നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു സംഭവം വെച്ചിട്ടാണ്. എന്താണെന്നല്ലേ, നമ്മളിത് ഉണ്ടാക്കുന്നത് മത്തങ്ങ കൊണ്ടാണ്. മത്തങ്ങയും പഴവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റ് മാത്രമല്ല, നല്ലൊരു ഹെൽത്തിയും കൂടിയാണ്. പലവർക്കും മത്തങ്ങയൊക്കെ കഴിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും. എന്നാൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ മത്തങ്ങ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ പുറകോട്ട് വലിയും. എന്നാൽ അവർക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ വലിയവർക്കും ഉണ്ടാക്കി കഴിക്കാനും പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് കണ്ടു നോക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു ഇത്രയും വലിപ്പമുള്ള ഒരു മത്തങ്ങയുടെ പകുതിയല്ല, ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ ഇത്രയും പോകുന്ന മത്തങ്ങയ്ക്ക് ഒരു പഴമാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വരാം. ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെറുതോ വലുതൊക്കെ ആക്കി ഒന്ന് മുറിക്കുക. ഞാൻ മുറിക്കുന്നതിന് മുന്നേ നമുക്കെല്ലാവർക്കും അറിയാം, മത്തങ്ങയുടെ ആ നടുക്കുള്ള ആ ഭാഗമൊക്കെ ഒന്ന് ഞാൻ അതിലത്തെ ആ കുരുക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇത്രയും നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയൊക്കെ മുറിക്കാം. ഞാനത് ആവിയിലതൊന്ന് നമുക്കൊന്ന് വെക്കണം. ഒരു 5-6 മിനിറ്റോളം ആവിയിൽ വെച്ചിട്ട് നന്നായിട്ട് അത് വെന്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ അടിക്കാം, അന്നേരം ഒത്തിരി അങ്ങ് വെള്ളമായി പോവും. അതുകൊണ്ട് ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പുക, അതായത് സ്റ്റീം വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഈ പാത്രം വെക്കുന്നത്. അപ്പോൾ അത് ആവി വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെക്കാം. ഞാനിതൊരു സാധാരണ നമ്മൾ കറിയൊക്കെ കൂട്ടാനുള്ള ഒരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ ഒരു 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് പഴത്തിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇന്ന് വീട്ടിൽ നേന്ത്രപ്പഴം ഇല്ല. അതിന് പകരം നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലൊക്കെ അധികം കിട്ടുന്നത് ഇതുപോലത്തെ ഒരു പഴമാണ്, ഒരു റോബസ്റ്റ് പഴം പോലത്തെ ഒരു പഴം. അപ്പോൾ ഇന്ന് ഞാൻ ഈ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഈ പഴം ഉള്ളൂ എന്ന് ഓർത്തിട്ട് സ്വാദിന് കുറവൊന്നുമില്ല കേട്ടോ. നേന്ത്രപ്പഴം ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ഈ പഴത്തേക്കാളും കുറേയും കൂടെ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് അത് കഴിക്കുമ്പം. പക്ഷേ ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രുചിയുണ്ട് കേട്ടോ, ഒരു മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. സാധാരണ ഇത് നമ്മൾ കൈയൊക്കെ വെച്ചിട്ടോ സ്പൂണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മാഷ് ചെയ്തെടുക്കുക ഈ ഒരു പഴം. പക്ഷെ ഞാൻ ഇന്ന് ഗ്രേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇനിയാണെന്നുണ്ടെങ്കിലും എന്ത് സ്നാക്ക്, ഈ പഴം വെച്ചിട്ടുണ്ടാക്കുന്ന, ഉടച്ച് വെച്ചിട്ടുണ്ടാക്കുന്ന സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് വരും. ഒരുപോലെ തന്നെ നമുക്കതൊന്ന് മാഷായി കിട്ടും. പിന്നെ നമുക്ക് മാഷ് ചെയ്യേണ്ട കാര്യമില്ല. പാത്രത്തിലൊന്ന് നെയ്യിലൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് പഴം കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ഒരുപോലെ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് വറുത്തൊക്കെ എടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം ഇതുപോലത്തെ നാടൻ പലഹാരങ്ങൾക്കൊക്കെ എപ്പോഴും സ്വാദ് കൂട്ടാൻ നെയ്യാണ് രുചി. ഇനിയിപ്പോൾ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഓയിലിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണോളമുള്ള കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കശുവണ്ടിയുടെ കൂടെ ഉണക്കമുന്തിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബദാം ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് ഇവിടെ കശുവണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പഴം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ആ പഴവും നെയ്യൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ആ പഴത്തിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ആ ഒരു പ്രത്യേക ഒരു മണം വരും. ആ പഴത്തിൽ നെയ്യൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു മണം വരും. അപ്പോൾ അത് വരെ ഒരു 30-40 സെക്കൻഡോളം ഇളക്കി കൊടുക്കാം. അപ്പോൾ പഴത്തിൽ നിന്ന് ഒക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1/2 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് മധുരം അല്പം കുറവാണ്, അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. നിങ്ങൾക്ക് പഴത്തിനൊക്കെ മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര എന്നുള്ളത് ചേർക്കേ വേണ്ട. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളമുള്ള തേങ്ങ ചെരുകിയത് ചേർക്കുന്നുണ്ട്. അത് ഫ്രഷായിട്ട് ചെരുകിയ തേങ്ങയാണ്, അതാണ് കൂടുതൽ സ്വാദ്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതാ നമ്മുടെ മിക്സ് ഇപ്പോൾ ഇവിടെ റെഡിയാണ്. പഴത്തിൽ നിന്നൊക്കെ നല്ല സ്മെല്ലാണ്. നമുക്ക് ഇത് തന്നെ ഈ ഒരു പഴത്തിൻ്റെ മിക്സ്ചർ ഇങ്ങനെ തന്നെ കഴിക്കാം, അത്രയും സ്വാദാണ്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയിട്ട് കുഞ്ഞു വാവകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മത്തങ്ങ എന്തായെന്ന് നോക്കാം. ഇതാ മത്തങ്ങയിൽ നിന്ന് കാവിയൊക്കെ വന്ന് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് അത് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലോട്ട് ഒരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ചൂടോടുകൂടെ തന്നെ നമുക്ക് മത്തങ്ങ ഉടച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് ഞാനൊരു സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് മാഷായി കിട്ടും. നമുക്കിങ്ങനെ കുഴഞ്ഞു വരുന്ന രീതിയിൽ തന്നെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കണക്കിനാണ് ഞാനിതിങ്ങനെ ഉടച്ച് വന്നിട്ടുള്ളത്. നമുക്ക് നേന്ത്രപ്പഴമൊക്കെ നമ്മൾ പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കുന്നത് പോലെ തന്നെ ഉടച്ചെടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുവാണ്, മത്തങ്ങയ്ക്ക് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ചേർക്കണ്ട. ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ മത്തങ്ങയൊന്നല്ല, ഇവിടെ കിട്ടുന്നത് ഒരു വരവ് മത്തങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്ക, 2 ഏലക്കയുടെ കുരു ഒന്ന് ചതച്ചിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് ഈ മത്തങ്ങയുടെ എന്തെങ്കിലും ഒരു കുത്ത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മത്തങ്ങ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയത്ത് പോലുമില്ല. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഏലക്കപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഏലക്കപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വനിലയുടെ എസൻസ് ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മത്തങ്ങയുടെ ഒരു രുചിയോ മണോ ഒന്നും തന്നെ വരത്തില്ല. അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ഇച്ചിരി വെള്ളം പോലെയാവും. അത് സാരമില്ല, നമുക്കിതിനി ഒരു ചപ്പാത്തി മാവ് കണക്കിന് ഉള്ള ഒരു ഡോ എന്ന് പറയത്തില്ലേ, അപ്പോൾ ആ ഒരു കണക്കിന് നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മിക്സർ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പഞ്ചസാരയും മത്തങ്ങയൊക്കെ കൂടെ ചേർത്ത് ഇങ്ങനെയാണ് വരിക. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ കണക്ക് കിട്ടാനായിട്ട് ഞാൻ ഇതിനകത്തോട്ട് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോഴും അരിപ്പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക, അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് വരിക. ഞാനപ്പോൾ ആദ്യം 1/2 കപ്പോളം ഉള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1/2 കപ്പ് തന്നെ ഞാൻ എല്ലാം കൂടെ ചേർക്കുന്നില്ല, ഞാൻ പകുതിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും. പക്ഷേ ഈ 1/2 കപ്പല്ല, മുന്നോട്ട് പോകുന്തോറും ഞാൻ 1 കപ്പോളം ഉള്ള അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഞാനത് ഒരു പ്രാവശ്യം ഇതേ പലഹാരം ഞാൻ മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതേ 1 കപ്പോളം അളവിൽ മൈദപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പം വരാൻ സാധ്യതയില്ല. മൈദപ്പൊടി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വന്നു. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടും നല്ലതായിട്ട് തന്നെ വരും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പാക്കറ്റ് അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്തിട്ട് ഇതൊന്ന് ചപ്പാത്തി മാവ് കണക്കിനൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു അരിപ്പൊടിയൊക്കെ ചേർത്ത് ഇത്രയാണ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് കുഞ്ഞു ബോളുകളാക്കി ഇതിനകത്ത് നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെ അളവെന്ന് പറയുന്നത് 1 കപ്പോളാണ് കേട്ടോ. 1 കപ്പ് അരിപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുഞ്ഞു റോളുകളാക്കാം. അപ്പോൾ അന്നേരം കയ്യിൽ ഒട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് പരത്തുമ്പോൾ ഇച്ചിരി പൊടി നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ വെച്ച് ഒന്ന് മുക്കി എടുക്കത്തില്ലേ, അതേപോലെ നമുക്കൊന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ അല്പം പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്യാം. ഇപ്പോൾ എനിക്കിപ്പോൾ റൗണ്ട് ഷേപ്പാണ് ഇച്ചിരി കൂടെ എന്താ പറയുക പഴക്കം അല്ലെങ്കിൽ ഞാൻ യൂസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് ഷേപ്പാക്കി നടുവിലൊരു ചെറിയൊരു കുഴിയൊക്കെ പോലെ വെച്ചിട്ട് അതിനകത്താണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിതൊരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ അങ്ങ് എടുക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കാണാണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ മത്തങ്ങയല്ല ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ മത്തങ്ങയുടെ ആ മഞ്ഞ കളറാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്. ഇതിന് മഞ്ഞപ്പൊടിയോ കളറോ ഒന്നും ചേർക്കേണ്ട ഈ ഒരു പലഹാരത്തിന്. നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞ കളറാണ് ഇതിന് കിട്ടുക. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു ഷേപ്പിനൊക്കെ എന്താ പറയുക ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്കിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞു കേട്ടോ. നമ്മളത് ഇതുപോലൊക്കെ ഷേപ്പൊക്കെ ആക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ പോലത്തെ ഷേപ്പൊന്നും ആക്കണമെന്നില്ല. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലാക്കാം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ ആക്കിയുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഴമൊക്കെ വറുത്തിട്ടുള്ള ആ പാൻ തന്നെയാണ്. അതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളമുള്ള നെയ്യ്, നിങ്ങൾക്ക് ഇനി നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അല്പം നെയ്യും അതുപോലെ എണ്ണയും ഒരു പകുതി നെയ്യും എണ്ണയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് ഇവിടെ നെയ്യ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഈ നമ്മൾ ഷേപ്പൊക്കെ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്നാക്ക് ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ഷാലോ ഫ്രൈ ആണ്. നമുക്ക് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് എണ്ണയൊന്നും ഇട്ടിട്ട് വറക്കേണ്ട കാര്യമില്ല. നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന മത്തങ്ങ വേവിച്ചിട്ടാണ് മത്തങ്ങ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള തേങ്ങ, പഴം എല്ലാം കുക്ക്ഡാണ്. നമുക്ക് ഇതിൻ്റെ പുറമേയുള്ള കോട്ടിംഗ് ഒക്കെ ഒന്ന് നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒരു സൈഡ് ഏകദേശം 1 മിനിറ്റോളം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ, തീരെ ലോ അല്ല, മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മളത് നമ്മളൊരു സൈഡ് ആവുന്നതിന് മുന്നേ, തിരിച്ചിടുന്നതിന് മുന്നേ ഇതുപോലെ നമുക്ക് ആ പാത്രത്തിലുള്ള നെയ്യോ എണ്ണയോ എന്താണെങ്കിലും പുറമേ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതുപോലെ ഒന്ന് ചെയ്തെന്നാൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ അതാ ഒരു സൈഡ് ഇവിടെ റെഡിയാണ്. ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ. കണ്ടോ, അതിൻ്റെ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ ഒരു സൈഡും കൂടെ 1 മിനിറ്റോളം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് മത്തങ്ങ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ഞാൻ വീണ്ടും പറയുവാണ്. നമ്മൾ കഴിക്കുമ്പോൾ അത് മത്തങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയത്തേ ഇല്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, പുറമേയൊക്കെ നല്ല ക്രിസ്പിയാണ്. അകത്ത് നമുക്കറിയാം പഴവും നെയ്യും കശുവണ്ടിയൊക്കെ ഉള്ള ഫില്ലിങ്ങുമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്നാക്കായിട്ട് നിങ്ങൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഫുഡ് തന്നെയാണ്. സ്നാക്ക് മാത്രമല്ല, നമുക്ക് ലഞ്ചായിട്ടും തന്നെ കൊടുത്തു വിടാം. അത്രയും ഫില്ലിംഗ് ആണ്, അത്രയും ഹെവിയാണ്. ഇതുപോലത്തെ ഒരു 2 എണ്ണമൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കണേന്നുള്ളത്. അപ്പോൾ നോക്കിക്കേ, നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെയല്ലേ ഇതിനകത്ത് ഇരിക്കുന്നത്. ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ശരിക്കും ഇതൊരു പഴംപൊരി അല്ലെങ്കിൽ പഴംപോളി കഴിക്കാമെന്നേ പറയത്തുള്ളൂ. അത്രയും ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ഇരിക്കുന്നത്. നല്ല സ്വാദാണ്. പിന്നെ ഇതിൻ്റെ പുറമേ ക്രിസ്പിയും അകം നല്ല സ്പോഞ്ച് പോലെയാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് പോലെയാണ്. ഞാനപ്പോൾ അതിൻ്റെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.